ഞാൻ വിളിച്ചപ്പോ തന്റെ ഫോൺ ഭീകരമായിട്ട് എൻഗേജഡ് ആയിരുന്നല്ലോ. ഓ, അതാരാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നോ ഈ മിന്നൽ പരിശോധന? എന്നിട്ട് ആളാരാണെന്ന് ഡോക്ടർക്ക് പിടികിട്ടിയോ? അതെ, ഞാൻ ഗീതാൻറ്റിയായിട്ടാ സംസാരിച്ചെ. അപ്പോഴേക്കും അമ്മ റൂമിൽ വന്നു. അതുകൊണ്ടാ ആ സമയത്ത് എനിക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കാൻ പറ്റാത്തത്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോ ഡോക്ടർ ഫോൺ എടുത്തില്ലല്ലോ. അതെന്താ? അപ്പൊ എടുക്കാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു, അത്ര തന്നെ. ഒരു കാര്യം ചെയ്യ് ഡോക്ടർ, ഈ മുറിയും ഈ വീടും എല്ലാം അരിച്ചു പറക്കി ഡോക്ടർ പ്രതീക്ഷിക്കുന്ന ആളുണ്ടെങ്കിൽ കണ്ടുപിടിക്കേ, എന്നിട്ട് എന്നെ വിളിക്കേ. മാളു, മാളു താൻ വന്നേ. ഇല്ല, എല്ലായിടവും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. മാളു, താൻ എഴുതാപ്പുറം വായിക്കുക. ഞാൻ തന്നോട് വരാനാ പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇയാൾ എല്ലാം പരിശോധിക്കും, എന്നിട്ട് ഞാൻ വരാം. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ എനിക്കത് കാണണം. ഏയ് പിടിക്കണ്ട, ഞാൻ എണീറ്റോളാം. സാർ എഴുന്നേറ്റുള്ളൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഈ മെഡിസിൻസ് ഡിസ്പെൻസറിയിൽ നിന്ന് വാങ്ങണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതാ. ശരി. ദാ. ഇപ്പൊ എങ്ങനെയുണ്ട് വിപി? ഇപ്പോഴാ ശരിക്കൊരു ആശ്വാസമായത്. ഐസിയുവിനുള്ളിൽ ഇതുവരെ ഒരു ശ്വാസം മുട്ടലായിരുന്നു. ആരെയും കാണാൻ പറ്റാതെ, ആരോടും സംസാരിക്കാൻ പറ്റാതെ. അല്ല, താൻ തനിച്ചേ ഉള്ളോ? അപ്പു എവിടെ? എന്താ, അപ്പു വന്നില്ലേ? അപ്പു സ്ഥലത്തില്ലേ വിപി? ഓ, അവള് മാളുവിന്റെ കൂടെ ആയിരിക്കും അല്ലേ? ഒരു കണക്കിന് അത് നന്നായി. അവൾ അവിടെ നിൽക്കട്ടെ. അശ്വതി മുരളി ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് മിസ്റ്റർ പണിക്കർ? വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഇപ്പം അങ്ങോട്ട് ഷിഫ്റ്റായി വന്നതേ ഉള്ളൂ. ഞാൻ ഗീതയോട് പറയായിരുന്നു അതൊരു ആശ്വാസമായെന്ന്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. റൂമിലേക്ക് ഷിഫ്റ്റ് ആയെന്ന് കരുതി 2-3 ദിവസത്തേക്ക് അധികം സ്ട്രെയിൻ എടുക്കരുത്. അല്ല ഡോക്ടർ, ഇനിയും 2-3 ദിവസം ഇവിടെ കഴിയണമെന്നാണോ? പിന്നെന്താ പണിക്കർ വിചാരിച്ചത്? റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഉടനെ ഇവിടെ നിന്ന് പോകാന്നാണോ? ഐസിയു കിടക്കുമ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ പോന്നാ വിപി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. നോനോ, വീട്ടിൽ പോകാറൊന്നും ആയിട്ടില്ല കേട്ടോ. അതിന് സമയമാകുമ്പോൾ ഞങ്ങൾ പറയാം. ഡോക്ടർ, ഉദ്ദേശം എത്ര ദിവസം എനിക്കിവിടെ കിടക്കേണ്ടി വരും? ഇപ്പം അതൊന്നും പറയാറായിട്ടില്ല. പണിക്കരുടെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ. ഡോക്ടർ, ഭക്ഷണമൊക്കെ? പണിക്കർക്ക് ആഗ്രഹമുള്ളത് കൊടുത്തോളൂ. അധികം ഓയിലിയും സ്പൈസി ആയിട്ടുള്ള ഫുഡ് കുറച്ച് നാളത്തേക്ക് ഒഴിവായിക്കോളൂ. ശരി ഡോക്ടർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്യൂട്ടി റൂമിൽ അറിയിച്ചാൽ മതി. മാഡം എന്നെ ഒന്ന് കാണണേ. ഉടനെ വേണമെന്നില്ല, സൗകര്യം പോലെ മതി. ഓക്കെ? ശരി ഡോക്ടർ. ടേക്ക് റെസ്റ്റ്. എന്താ വിപി, എന്ത് പറ്റി പെട്ടെന്ന്? ഇനി ഒരാഴ്ച ഇവിടെ കിടക്കണമെന്ന്. ഇത് വലിയ കഷ്ടമായല്ലോ ഗീത. എന്ത് കഷ്ടം? അസുഖം പൂർണ്ണമായിട്ട് മാറാനല്ലേ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? എനിക്കൊരു അസുഖവും ഇല്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, എഴുന്നേക്കണ്ട, കിടക്ക്. എന്താ വിപി ഇത്? അധികം സ്ട്രെസ്സും സ്ട്രെയിനൊന്നും പാടില്ലെന്ന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞതിലേ ഉള്ളൂ. ഡോക്ടർ അങ്ങനെ പലതും പറയും. അതൊക്കെ ചുമ്മാ ഇവിടെ പിടിച്ചു കിടത്തി ബില്ല് കൂട്ടാനുള്ള വഴികളാ. ഒന്നുമല്ല, വിപിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തായാലും ഡോക്ടർ പറഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. പോരെ? ആ
ഇനിയിപ്പോ താൻ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. എടോ, താൻ കുട്ടികളെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഞാൻ അവരെങ്കിലും ഒന്ന് കാണട്ടെ. മുരളി അശ്വതിയൊക്കെ എപ്പോഴാ വരിക? അത് മുരളി സ്ഥലത്തില്ല, അതാ വരാഞ്ഞത്. BP കുറച്ചു നേരം കിടക്ക്. ഞാനേ ഈ മരുന്നൊക്കെ വാങ്ങിയിട്ട് വരാം. തനിച്ച് കിടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇത്രയും ദിവസം ഞാൻ ആ ഐസുവിനകത്ത് തനിച്ചല്ലായിരുന്നോ? താൻ പോയിട്ട് വാ. ഡോറൊന്ന് ചാരിയേക്ക്. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ആ മാഡം പ്ലീസ് കം. ഇരിക്കൂ. പണിക്കർ എന്ത് പറയുന്നു? ആള് നല്ല ഹാപ്പിയാണ്. ആ ഒന്ന് മയങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ഡോക്ടർ പറയാനുണ്ടെന്ന് പറഞ്ഞത്? യെസ്, ഞാൻ പറയാം. ആസ് ഓഫ് നൗ പേഷ്യൻ്റ് വളരെ വേഗം റിക്കവർ ആവുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻ്റ് ഈ രീതിയിലാണെങ്കിൽ വിത്തിൻ എ വീക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡോക്ടർ, VPക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അത് പറയാനാ ഞാൻ വിളിപ്പിച്ചത്. ഇപ്പോഴുള്ളതുപോലുള്ള ഈ മെമ്മറി ലോസ് ചില പേഷ്യൻസിൽ ചിലപ്പോൾ കാണാറുണ്ട്. അത് ചിലപ്പോൾ അന്നത്തെ വീഴ്ചയുടെ ആഘാതത്തിൽ തലക്കേറ്റ ഒരു ക്ഷതമാകാം അതിൻ്റെ റൂട്ട് റീസൺ. പക്ഷേ സ്കാനിങ്ങിൽ ഇൻറ്റേർണൽ ഇഞ്ചുറിയോ ക്ലോട്ടോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ഞാൻ ന്യൂറോ സർജനുമായി ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ. ഇപ്പോഴുള്ള ഈ മെമ്മറി ലോസ് താൽക്കാലികമാണോ അതോ കോൺസ്റ്റൻ്റ് ആണോ എന്ന് ഫർദർ ടെസ്റ്റുകളിലൂടെ സ്ഥിരീകരിക്കാൻ പറ്റും. മാഡം പരിഭ്രമിക്കണ്ട. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്മറി ലോസ് ശാശ്വതമായിട്ടാണെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ നമുക്ക് ആവും വിധം ട്രൈ ചെയ്യാം. ഒരർത്ഥത്തിൽ പറഞ്ഞ പണിക്കരുടെ ഈ ഭാഗികമായുള്ള ഓർമ്മ നഷ്ടപ്പെടൽ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസായി കരുതിയാൽ മതി. കാരണം മകളുടെ കാര്യം ഈ കണ്ടീഷനിൽ പണിക്കരുടെ മനസ്സിന്ന് തൽക്കാലം ഒന്ന് മറഞ്ഞിരിക്കുന്നത് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. അതാ ഡോക്ടർ പ്രശ്നവും. അപ്പുവിന്റെ കാര്യം എത്ര നാളെന്ന് കരുതിയാ VPന്ന് മറച്ചു വയ്ക്കാൻ പറ്റുന്നത്? യെസ്, ഓഫ് കോഴ്സ്. അങ്ങനൊരു വെളിപ്പെടുത്തൽ തീർച്ചയായും എപ്പോഴായാലും നടന്നേ മതിയാവൂ. ബട്ട് ഫോർ ദ ടൈം ബീയിങ് അതിപ്പോൾ പേഷ്യൻ്റ് അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് മാഡത്തോട് പറയാനുണ്ട്. നിലവിലെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ മിസ്റ്റർ പണിക്കർക്ക് ഇത് രണ്ടാമത്തെ കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാകുന്നത്. ആദ്യത്തേതിനേക്കാൾ വളരെ സിവിയർ ആയിരുന്നു രണ്ടാമത്തെ സ്റ്റേജിൽ. ഇനി അത്തരത്തിലൊരു കാർഡിയാക് അറസ്റ്റ് കൂടി സംഭവിച്ചാൽ അത് റിസ്ക് ആയിരിക്കും. സ്വാഭാവികമായും അതിനുള്ള ചാൻസ് നമ്മളായിട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് മാഡത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ് ഡോക്ടർ. പക്ഷേ അപ്പുവിന്റെ കാര്യത്തിൽ തൽക്കാലം അത് വിട്ടേക്കൂ. യാഥാർത്ഥ്യങ്ങൾ ഒറ്റയടിക്ക് പേഷ്യന്റിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം പതിയെ പതിയെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അയാളെ കൈപിടിച്ച് നടത്തുകയാണ് വേണ്ടത്. ഐ മീൻ, ഇപ്പം മകളുടെ കാര്യമാണെങ്കിൽ തന്നെ ആ കുട്ടി ഒരു ട്രാൻസ് പേഴ്സണാലിറ്റി ആണെന്ന് ഒറ്റയടിക്ക് പറയാതെ ചെറിയ ചെറിയ സൂചനകളിലൂടെ പേഷ്യന്റിനെ കൊണ്ട് തന്നെ അത് റിയലൈസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നുവെച്ച് ഇപ്പോൾ ഉടനെ അത് ചെയ്യണമെന്നല്ല. ആദ്യം അദ്ദേഹം പൂർണ്ണമായി ഒന്ന് റിക്കവർ ആവട്ടെ. അതുവരെ ഇത്തരം കാര്യങ്ങൾ, ഐ മീൻ ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിന് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുക. ഏതായാലും ഞാൻ ന്യൂറോ സർജനുമായി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യം അറിയിക്കാം. ഓക്കെ? താങ്ക് യു ഡോക്ടർ. ഓക്കെ. കൊള്ളാം, നല്ല ആളാ. ഞാൻ വിചാരിച്ചു VP മയങ്ങിയിട്ടുണ്ടാവുമെന്ന്. മയങ്ങണം എന്നോർത്ത് തന്നെ കിടന്നത്. പക്ഷെ പറ്റിയില്ല. ഇത്രയും ദിവസം ഒരേ മയക്കം തന്നെ ആയിരുന്നില്ലേ? ആരെങ്കിലും കാണാനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും വല്ലാതെ കൊതിയാവുന്നു. താനെന്താ അത്ര ലേറ്റ് ആയത്? ഞാൻ ഡോക്ടറെ കാണാൻ പോയിരുന്നു. മെഡിസിൻ വാങ്ങിയില്ലേ? വാങ്ങി. ഡ്യൂട്ടി റൂമിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഡോക്ടറെ കണ്ടത്. എന്തിനാ ഡോക്ടർ തന്നെ കാണണമെന്ന് പറഞ്ഞു?
വിപിയുടെ കാര്യം പറയാൻ തന്നെയാ. എൻ്റെ കാര്യം ഞാൻ കൂടി കേൾക്കുകയല്ലേ പറയുന്നത്? അതോ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും എന്നെ സംബന്ധിച്ചുണ്ടോ? പേടിക്കണ്ട, അങ്ങനെ ഒരു കാര്യവും വിപിയെ പറ്റി ഡോക്ടർ പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞില്ലേ വിപിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന്. അത് തന്നെയാ ഡോക്ടർ ഇപ്പം എന്നോടും പറഞ്ഞത്. വിപി നല്ല പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന്. അത് വെറുതെ. ഈ കാര്യമായിരുന്നെങ്കിൽ അയാൾക്ക് ഇവിടെ വെച്ച് ഞാൻ കേൾക്കെ പറഞ്ഞാൽ എന്തായിരുന്നു? അതല്ലാതെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം കാണും? ഏയ്, സത്യമായിട്ടില്ല വിപി. അങ്ങനെ വിപി അറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നും പറഞ്ഞില്ല. പാർഷ്യലായിട്ടുള്ള മെമ്മറി ലോസ് അല്ലാതെ വിപിക്ക് ഇപ്പോൾ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഒന്നുമില്ല. എന്നിട്ടാണോ ഇനിയും ഒരാഴ്ചയെങ്കിലും ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞത്? അതൊരു ഒബ്സർവേഷൻ പീരീഡായിട്ട് കൂട്ടിയാൽ മതി. പിന്നെ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പേർട്സുമായിട്ട് വിപിയുടെ മെമ്മറി ലോസിന്റെ കാര്യം ഒന്ന് കൺസൾട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച എന്ന് പറയുന്നത് പെട്ടെന്നങ്ങ് പോവില്ലേ വിപി? സാരമില്ല, ഏതായാലും ഇത്രത്തോളം ആയില്ലേ. ഇനി ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച. ആ സമയത്തിനുള്ളിൽ ഈ മറന്നുപോയതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അല്ലടോ, എവിടെ വെച്ചാ ഇത് സംഭവിച്ചത്? ഞാൻ തനിച്ചുള്ളപ്പോഴാണോ അതോ എന്താണെന്നൊന്നും പറയാത്തത്? വിപി തനിച്ചായിരുന്നു ആ സമയത്ത്. എവിടെ വെച്ചായിരുന്നു? അത് പിന്നെ അപ്പുവിനെ കാണാൻ അവളുടെ ഹോസ്റ്റലിൽ പോയിട്ട് വരുന്ന വഴി വിപി ഏതോ ബുക്ക് സ്റ്റോളിൽ കയറി. അവിടെ വെച്ച് സ്റ്റെയർ കേസിൽ കാലുവഴുതി വീഴുകയായിരുന്നു. അപ്പുവിനെ കാണാൻ ഹോസ്റ്റലിൽ പോയെന്നോ? അവിടുന്ന് ബുക്ക് സ്റ്റാളിൽ? ഒന്നും ഓർമ്മയിലേ ഇല്ല. അപ്പു ഹോസ്റ്റലിലാണെന്നുള്ള കാര്യം പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്നിട്ട് ആരാ എന്നെ ഇവിടെ എത്തിച്ചത്? അവിടെയുള്ളവർ തന്നെ. ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലേക്ക് കൊണ്ടുവരും വഴി വിപിക്ക് ഒരു കാർഡിയാക് പ്രോബ്ലം കൂടി വന്നു. അതാ സംഗതി ഇത്ര സീരിയസ് ആയത്. ഒന്നും അങ്ങോട്ട് കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല ഗീത. വല്ലാതെ ബ്ലാങ്കായി പോകുന്നു. താനീ പറയുന്നതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക എനിക്ക്. അപ്പു ഹോസ്റ്റലില്, മാളുവിന്റെ കല്യാണം കഴിയുക, ഡേയ്സ് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുക, ഒന്നും എനിക്ക് റിലേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. എന്തൊരു കഷ്ടമായത്. സാരല്ലേ വിപി, അതൊന്നും ഓർത്ത് വിപി വിഷമിക്കണ്ട. മറന്നുപോയതൊക്കെ പറഞ്ഞു തരാൻ ഞാനുണ്ടല്ലോ. വിപിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞും പഠിപ്പിച്ചും തരാം. ഇപ്പോഴല്ല, പിന്നെ നമുക്കിനി ഒരുപാട് സമയമുണ്ടല്ലോ. അതെ, സ്വന്തം കഥ എന്താണെന്ന് ഈ മറ്റുള്ളവരിൽ നിന്നും കേട്ട് പഠിക്കണം. ഒന്നാലോചിച്ചാ അതൊരു രസമുള്ള ഏർപ്പാടാ അല്ലടോ? അപ്പു അറിഞ്ഞില്ലേ ഇതൊന്നും? അറിഞ്ഞു. അവൾ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. ഇത്ര സീരിയസ് ആണെന്നൊന്നും അവളെ അറിയിച്ചിട്ടില്ല ഞാൻ. ഇനി അതൊക്കെ ഓർത്തും പറഞ്ഞും വെറുതെ സ്ട്രെയിൻ കൂട്ടണ്ട വിപി. ഡോക്ടറും അത് തന്നെ ഇപ്പൊ പറഞ്ഞത്. വിപി കുറച്ചു നേരം കിടക്ക്, എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോഴല്ല, പിന്നെ. ഇപ്പൊ വിപിക്ക് റെസ്റ്റ് ആവശ്യം. വാ കിടക്ക്. ഒരു പില്ലോ കിട്ടിയിരുന്നെങ്കിൽ. ഒരു മിനിറ്റേ. ഉറങ്ങാൻ നോക്കേ. മോളെ, ഇതെന്തിരിപ്പാണ് കൊച്ചേ? ഇന്നത്തെ ദിവസം നീ എൻ്റെ അടുത്തേക്കൊന്നും വന്നതുപോലുമില്ലല്ലോ. ഇത് ശരിയാവില്ല കേട്ടോ. ഞാൻ നിളച്ചേച്ചി എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതാണല്ലോ.
അതെ, ചായയുടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെയും കാര്യമല്ല മാഡം ഞാൻ ഉദ്ദേശിച്ചത്. നീ മാത്രം ചെയ്താൽ ശരിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ചേട്ടന്റെ ഡ്രസ്സ് എടുത്ത് വെക്കുക, കാറ് വാഷ് ചെയ്തിട്ട് അതിന്റെ കൂലി കണക്ക് പറഞ്ഞ് വാങ്ങിക്കുക, എന്റെ പെട്ടി എടുത്ത് വെക്കുക, പിന്നെ ഇറങ്ങാൻ നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കുക. ഇതൊക്കെ നിളച്ചേച്ചെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ നിനക്ക്? ഏട്ടാ ഞാൻ ഏയ്, എന്താ മോളെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പോവാ നീ? അപ്പുവിന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടാനൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇത്രയും നേരമായിട്ടും അപ്പോ ഒന്നും വിളിച്ചില്ലല്ലോ ഏട്ടാ. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട മോളെ. എവിടെയെങ്കിലും സേഫായി സെറ്റിലായിട്ട് അപ്പു നിന്നെ വിളിച്ചോളൂ. അങ്ങനെ അപ്പു എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. ഇനി തങ്ങാനൊരിടം കിട്ടാതെ അപ്പൊ വിഷമിക്കുന്നുണ്ടാവോ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല മോളെ. അഥവാ ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ ആ സിറ്റുവേഷനൊക്കെ വളരെ ബോൾഡായി ഹാൻഡിൽ ചെയ്യാൻ അപ്പുവിന് കഴിയുമെന്ന് നിനക്കറിയില്ലേ? ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവരുതെന്നും സങ്കടപ്പെടരുതെന്നും നിന്നോട് പ്രത്യേകം പറയണമെന്ന് അപ്പൊ അത്ര കോൺഫിഡൻറ്റോടെയല്ലേ എന്നോട് പറഞ്ഞത്. ഇന്നെന്തായാലും അപ്പ നിന്നെ വിളിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പിന്നെ നീ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നേ? അപ്പുവിന്റെ ഭാഗത്തൊരു ശരിയുണ്ടെന്ന് ബോധ്യമായത് കൊണ്ടല്ലേ ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ ഞാനും അയാളെ അനുകൂലിച്ചത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും ഏട്ടാ. എന്നാലും അപ്പന് എന്നെ ഒന്ന് അറിയിക്കാൻ തോന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. പറഞ്ഞാ നീ സമ്മതിക്കില്ലെന്ന് അപ്പുന് നന്നായി അറിയാം. അത് അയാളുടെ മനസ്സിനെ വല്ലാതെ പ്രഷർ ചെയ്യും. പിന്നെ അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങേണ്ടി വരുമെന്ന് ഭയന്നിട്ടാവും അപ്പു നിന്നോട് അതേക്കുറിച്ചൊന്നും പറയാതിരുന്നു. അപ്പു വളരെ ബോൾഡായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ഓവർ സെന്റിമെന്റലായി അയാളുടെ മനസ്സിനെ തകർക്കല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വെരി ഗുഡ്. അപ്പൊ ചേട്ടന് സന്തോഷത്തോടെ പോയിട്ട് വരാലോ. എങ്കി വാ. എന്താ താനീ കാണിച്ചത്? താൻ തന്നെ ഇതൊക്കെ ചെയ്യാൻ പോയത്? അതുകൊണ്ട് എന്താ ഇപ്പൊ കുഴപ്പം? കാറ് കഴുകി തുടയ്ക്കുന്നത് അത്ര മോശം പണിയൊന്നും അല്ലല്ലോ. അതോ വക്കീൽ സാറിന്റെ കാറില് അനിയത്തിക്ക് മാത്രമേ തൊടാനും കഴുകാനും ഒക്കെ അവകാശമുള്ളൂ എന്നാണോ? അതല്ലടോ, തനിക്കതൊന്നും ശീലമില്ലല്ലോ. അത് മാത്രമല്ല, താനീ വീട്ടിൽ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ. വിരുന്നുകാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് മോശമല്ലേ? വിരുന്നുകാരിയാണെന്ന് എന്നെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനങ്ങ് പോയേക്കാം. പിന്നെ ശീലത്തിന്റെ കാര്യം, കൈക്കൂലി പണം കൊണ്ട് വാങ്ങിയ ഇതിലും മുന്തിയ ഇനം 2 കാറുള്ള വീട്ടില് പുറം പണിക്ക് ആളുണ്ടായിരുന്നിട്ടും ഇതൊക്കെ എന്റെ ജോലി തന്നെയായിരുന്നു. ആ പിന്നെ ഇത് ഫ്രീ സർവീസ് ഒന്നും അല്ല കേട്ടോ. ആള് മാറിയെങ്കിലും വാഹനം വെടുപ്പാക്കിയതിന്റെ കൂലി പതിവ് പോലെ ഇവിടെ ഈടാക്കുന്നതാണ്. ഓ, അത് ശരി. അപ്പൊ താനിവളുടെ സ്റ്റാഫാണ്. എന്നാലേ രണ്ടുപേരും ഇത്തവണത്തെ കൂലി പറ്റുവക്കൽ എഴുതിയുള്ളൂ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. അല്ലെങ്കിലും കാശ് വാങ്ങുകയല്ലോ. എന്റെ പോക്കറ്റിൽ നിന്നും കട്ടെടുക്കലല്ലേ ഇവളുടെ പതിവ്. അയ്യോ, സമയായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ, ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കരുത്. രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഇതൂടെ കാറിൽ വെച്ചോളൂ. എന്താ ഇത്? ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാ. നന്ദേട്ടന് പണ്ട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ഓ, പൊതിച്ചോറല്ലേ? ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ താനിതൊക്കെ എന്തിനാ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്? ഞാൻ പുറത്തുനിന്ന് കഴിക്കായിരുന്നല്ലോ. ഇന്നൊരു ദിവസം ഒരു നേരം കൂടി വീട്ടിലുണ്ടാക്കിയത് കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇത് സൗജന്യ സേവനത്തിൽ പെടില്ല കേട്ടോ. രണ്ടുപേരും കൂടെ എന്റെ കാശടിച്ചു മാറ്റാനുള്ള സൈക്കോളജിക്കൽ മൂവാണല്ലേ? നടന്ന തന്നെ. ഏതായാലും നിന്റെ ചിരിച്ച മുഖം കണ്ട് ഇറങ്ങാൻ പറ്റിയല്ലോ. അയ്യോ, ഇനി അതിന് ഫീസ് ചോദിച്ചേക്കല്ലേ. എന്നാ ഞാൻ പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ദക്ഷ?